മന്ദഹാസം വിശുദ്ധ വചനമാദ്യമായവതരിച്ച മാസം വിശ്വമാകെ വിശ്വാസം പ്രഭവിതരീ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പുണ്യമാസം റമദാൻ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ രക്തത്തെ ശരീരത്തിന്റെ ഭാഗത്തേക്ക് പമ്പ് ചെയ്യാൻ നമുക്ക് ഹൃദയമുണ്ട്. ആ പമ്പ് ചെയ്യപ്പെട്ട രക്തം സത്യത്തിൽ പോകുന്നത് കാലുകളിലേക്ക് അല്ലെങ്കിൽ താഴെ ഭാഗത്തേക്കാണ്. അവിടെ നിന്നും അത് തിരിച്ച് ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാൻ ഒരു ഹൃദയം അവിടെ ഇല്ല, അല്ലെങ്കിൽ ഒരു മോട്ടോർ അവിടെ ഇല്ല. അപ്പോഴാണ് ഈ ഇരുത്തം എഴുന്നേൽക്കൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ നിസ്കാരത്തിലും ചുരുങ്ങിയത് 4 വട്ടം താഴോട്ടും 4 വട്ടം മേലോട്ടും വരുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിലെ കാഫ് മസിലുകൾ എന്നറിയപ്പെടുന്ന മസിലുകൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയും ശരീരത്തിന്റെ താഴെ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ബ്ലഡിനെ അത് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ശരീരത്തിന്റെ ശരിക്കും ഒരു ഹൃദയമാണ്, താഴെ ഭാഗത്തുള്ള ഹൃദയമാണ് കാഫ് മസിൽസ്. ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ബുദ്ധി മുതൽ ബ്രെയിനിന്റെ ആരോഗ്യം മുതൽ ഹൃദയവും കിഡ്നിയും ശരീരത്തിന്റെ മൊത്തം സ്ട്രെങ്ത് തന്നെ. ഒരു മനുഷ്യൻ എക്സസൈസ് ചെയ്യണമെന്നുള്ള നിർബന്ധമാണ്. എന്നും പ്രമേഹവും ഹൃദയാഘാതവും പൊണ്ണത്തടിയും തുടങ്ങി ഒരുപാട് അസുഖങ്ങൾക്ക് എല്ലാ ഡോക്ടർമാരും സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഡെയിലി എക്സസൈസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ സമയത്തിന് അവിടുന്ന് എഴുന്നേൽപ്പിക്കുമെന്ന്. സമയത്തിന് എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും അതിനുശേഷം അംഗശുദ്ധി വരുത്തി നിങ്ങൾ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു മനുഷ്യൻ അങ്ങനെ ദിവസം നിങ്ങൾ ചുരുങ്ങിയത് 5 പ്രാവശ്യം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ ആവശ്യമായ ബേസിക് ആയിട്ടുള്ള ശാരീരിക എക്സസൈസ് കൂടി അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൽ വെച്ച്, തടികൊണ്ട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്താണ് അല്ലെങ്കിൽ ആരാധനയാണ് നിസ്കാരം. അത് ശാരീരിക ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മുസ്ലിമും ഈ നിസ്കാരം നിർവഹിക്കുന്നത് ഈ ശാരീരിക അല്ലെങ്കിൽ മാനസിക അല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യം കിട്ടാൻ വേണ്ടിയല്ല. എല്ലാ മുസ്ലിമും നിസ്കരിക്കുന്നത് അവന്റെ ദൈവം, ഏകദൈവം അവനോട് കൽപ്പിച്ചത് കൊണ്ടാണ്, നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. നാളെ പരലോകത്ത് അവൻ അതിന് പ്രതിഫലം കിട്ടുമെന്നും നിസ്കരിക്കാത്തതിനുള്ള ശിക്ഷ കിട്ടില്ല എന്നുമുള്ള വിശ്വാസമാണ് അവനെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ ആരോഗ്യ വശങ്ങളെല്ലാം അത് ശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഇസ്ലാം എന്തെങ്കിലും മുസ്ലിം ചെയ്യുന്നത് അത് വിശ്വാസ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ തൃപ്തിക്കും വേണ്ടി മാത്രമാണ്. I can't be with my daughter always. Neither can I guide her now. I like this juice. Thank you. Oh, tell everyone how amazing she is. Yes, but I can give her all the comforts she would want in a new life. That's why I gifted her a complete range of Click-On. All she has to do is just a click. Introducing a complete range of quality electronics and home appliances. Click-On. Make it yours. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ Shifa Al Jazeera Polyclinic, Betha, Riyadh, Saudi Arabia. Worldwide tour packages, all airline ticketing. Forget your destination. Safia Travels, Betha, Riyadh. പുകവലിച്ചുകൊണ്ടിരുന്ന ഒരാള് 12 മണിക്കൂർ ഈ നോമ്പ് അനുഷ്ഠാനം കഴിഞ്ഞാൽ ഉടനെ പുകവലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു ആർത്തിയുണ്ട്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് ആ സമയത്ത്, അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മളൊരു മിഠായി കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈസി ആയിട്ടുള്ള ഒരു ചൂയിങ് ഗമ്മോ മറ്റോ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ 30 ദിവസം ഈ പുകവലിയിലുള്ള ആർത്തി വരുന്ന സന്ദർഭങ്ങളിൽ മിഠായി,
ചുയിങ്കം തുടങ്ങിയ സംഗതികൾ നമ്മൾ ഉപയോഗിച്ച് അതിൽ നിന്നും വിട്ടുനിന്നാൽ ഒരു പക്ഷേ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി തന്നെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ പുകവലിക്കാരനല്ലാത്ത ഒരു ആളായി മാറും. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനും ഈ സന്ദർഭം നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ കാർബണികമായിട്ടുള്ള ഡ്രിങ്കുകൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, പെപ്സി, കോള പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകൾ ധാരാളമായി കഴിക്കുന്നവർക്ക് ഈ ഡ്രിങ്കുകളൊക്കെ തുടർച്ചയായിട്ട് കഴിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മോചനം, അതും അഡിക്ഷൻ തന്നെയാണ്. ആ അഡിക്ഷനിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ഈ സന്ദർഭം വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. മറ്റ് ഇന്റർനെറ്റ് പോലുള്ള അഡിക്ഷനുകൾ, സോഷ്യൽ നെറ്റ്വർക്ക് അഡിക്ഷനുകളൊക്കെ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാൻ ഈ മതാനുഷ്ഠാനമായിട്ടുള്ള റമദാൻ മാസത്തിൽ നമുക്ക് തുടക്കമിടാൻ പറ്റും. അതൊക്കെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഗുണഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് നമ്മൾ ഈ മാതൃക കാണിച്ചു കൊടുത്താൽ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാക്കാനുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിൽ ഒരു നല്ലൊരു മെസ്സേജ് കൊടുത്ത് ഒരു ആരോഗ്യകരമായ കുടുംബത്തെയും സമൂഹത്തെയും സൃഷ്ടിക്കാൻ കൂടി നമുക്ക് തന്നെ വഴികാട്ടിയാവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അന്ന ഡിജിറ്റൽ ബത്ത റിയാദ്. ഈ ടോർച്ച് കൊണ്ട് 6 വരെ അടിക്കാം. മേഡം, ഈ ടോർച്ച് കൊണ്ട് കറുത്ത വാവിൽ ചന്ദ്രന് വരക്കാം. ഹലോ മേഡം, 6 അടിക്കാൻ പറ്റില്ല, ചന്ദ്രനിൽ പോകാനും പറ്റില്ല. ഈ ടോർച്ച് നിങ്ങൾക്ക് വെളിച്ചം തരും. ക്ലിക്ക് ഓൺ പെർഫെക്റ്റ് ലൈറ്റ്. Innovator of double reflectors and world's largest seller of Alexa series flashlights. Click on, make it yours. അമ്മയാവാൻ പോകുന്ന അറിഞ്ഞിട്ടും നീ എന്താ വല്ലാതിരിക്കുന്നത്? അല്ല, ആദ്യത്തെ കുഞ്ഞല്ലേ, ഗർഭശുശ്രൂഷ നാട്ടിലാക്കിയാലോ എന്നൊരു തോന്നൽ. അപ്പൊ അത്രയും ദിവസം നമ്മൾ തമ്മിൽ പിരിഞ്ഞിരിക്കേണ്ടി വരില്ലേ? ഇവിടുത്തെ ആശുപത്രിയിലെ പരിചരണം, പിന്നെ ചെലവുകളും ഒക്കെ ഓർക്കുമ്പോ റിസ്ക് അല്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട. അതിനല്ലേ ഷിഫ അൽ ജസീറ. ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത റിയാദ്, സൗദി അറേബ്യ. അസ്സലാമു പുണ്യമാസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റിയാദിലെ അറിയപ്പെടുന്ന ഗായകനായ ഷക്കീർ മണ്ണാർമലയും കുടുംബത്തെയുമാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പോൾ 16 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഈ ബാച്ചിലർ ആയിരുന്ന സമയത്തുള്ള ഒരു റംസാനും നമ്മളിപ്പോൾ ഫാമിലി ആയതിനു ശേഷമുള്ള പ്രവാസത്തിലുള്ളൊരു റംസാനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് ഷക്കീർക്കാക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ ഫാമിലി ഇല്ലാത്ത സമയങ്ങളിൽ മിക്കവാറും നോമ്പും പെരുന്നാളും നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഇവർ വന്ന് അറിയാലോ, ആദ്യം ഒറ്റക്കായിരിക്കുമ്പോൾ വല്ല ഹോട്ടലിലോ എവിടെ ആയിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക. നമുക്കിനി മകന്റെ ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ OM കൈവാരിക്കൊണ്ട് എഴുതിയ അറബ് നിറ എന്ന പടപ്പാട്ടാണ്.